ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സാരിയുടെ അസോട്ട കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടുതലും പാർട്ടി വെയർ സാരീസാണ് കാണിക്കുന്നത്. കൂടുതൽ തന്നെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ പ്യുവർ സിൽക്ക് ഫാബ്രിക്കിലേക്ക് നെക്കോട്ടയിലേക്കും ഒക്കെ വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ബനാറസി സാരികൾ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന നെക്കോട്ട ഫാബ്രിക്കിൽ വരുന്നതാണ്. അതിലേക്ക് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ റെഡ് കളർ കോമ്പിനേഷനിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഏറ്റവും ഭംഗി വന്നിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബോർഡർ പോർഷനാണ്. ബോർഡർ പോർഷനിലേക്ക് സ്കാലപ്പ് വർക്കും അതിനോടൊപ്പം തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. പല്ലുവിൻ്റെ ലുക്ക് വരുന്നത് ഇതുപോലെ. പല്ലുവിലും ആ ഒരു സെയിം വർക്കുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് കോൺട്രാസ്റ്റ് റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. 1980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തതും കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്കിൻ്റെ ഡിസൈനിലാണ് ഡിഫറൻസ് വരുന്നത്. ഇതും നെക്കോട്ട ഫാബ്രിക്കിൽ തന്നെയാട്ടോ വരുന്നത്. ഇതിൽ ഫുള്ളായിട്ടെന്ന് പറഞ്ഞ പോലെ ആ ഒരു എംബ്രോയിഡറി വർക്ക്, മറ്റേത് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് സ്കാറ്റേഡ് ആയിട്ട് വരുന്നെങ്കിൽ ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഈ ഒരു റെഡ് കോമ്പിനേഷനിലേക്ക് എംബ്രോയിഡറി വർക്കാണ് വരിക. പല്ലുവിലും സെയിം വർക്കുകൾ തന്നെ വരും. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ട് വരും. 1980 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സാരി ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് പ്യുവർ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഫുള്ളായിട്ട് കലങ്കാരി പാറ്റേൺ ആട്ടോ വരുന്നത്. കലങ്കാരിയുടെ ആണെങ്കിലും എല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റ് ആണ്. നമ്മൾ ചുരിദാർ മെറ്റീരിയലും കുർത്തീസിലും ഒക്കെ ചെയ്യാറുണ്ട്, സാരീസിലും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു പ്യുവർ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ. ഞാൻ പ്ലീറ്റ്സ് ചെയ്താണ് ഡ്രൈപ്പ് ചെയ്തിരിക്കുന്നത്. പ്ലീറ്റ്സ് എടുക്കാനൊക്കെ വളരെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വൺ ലെയർ ആണെങ്കിലും ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഒനിയൻ പിങ്കിലേക്ക് ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് കലങ്കാരി പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഏജ് ലിമിറ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കലങ്കാരിയുടെ തന്നെ മറ്റൊരു ഡിസൈനാണ് ഇതിൻ്റെ ബോർഡേഴ്സിലേക്കും അതുപോലെ തന്നെ പല്ലു പോർഷനിലേക്ക് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷൻ്റെ ആ ഒരു സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2595 ആണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് എനിക്ക് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ബ്ലാക്കിലേക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പാറ്റേൺ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഡ്രൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക്. ഇനി ഫംഗ്ഷന് നമുക്ക് ഒത്തിരി കസവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഡ്രൈപ്പ് ചെയ്യണം എന്നുള്ള സിമ്പിളായി അല്ലെങ്കിൽ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ്. ബ്ലൗസ് പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിരിക്കും. 2595 റേറ്റിലേക്ക് വരുന്നു. അടുത്ത് വന്നിരിക്കുന്ന ലാവൻഡർ ഷെയ്ഡാണ്. എല്ലാത്തിലും ഒരു ഗ്രേഡിക്ക് ഒരു കോമ്പിനേഷനിലേക്കാണ് ആ ഒരു കലങ്കാരിയുടെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ പ്ലെയിൻ ആയിരിക്കും. ബ്ലൗസ് പീസ് വരെ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. 2595 റേറ്റിലേക്ക് വരും. നെക്സ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. എനിക്കൊന്ന് 4 ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളറൊക്കെ സെലക്ട് ചെയ്യുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. 2595 റേറ്റ് വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. വെയ്റ്റ്ലെസ്സും ആണ്. അടുത്തതും ആ ഒരു പ്യുവർ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിലേക്കാണ്. ഇതിലേക്ക് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതും ടാസിൽസ് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരിക. പാറ്റേൺ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമാണ് വരിക. 2595 റേറ്റിലേക്ക് തന്നെ വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേനും ഇതുപോലെ ആ ഒരു ലൈൻ പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2595 റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് എനിക്ക് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നമ്മുടെ ബോഡി പോർഷനിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാരീസാണ്. പല്ലുവിലും ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെ കോൺട്രാസ്റ്റ് കളറിലേക്കാണ്. 2595 റേറ്റിലേക്ക് വരും. അടുത്തത് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളറ് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരിക. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഒരു ഡാർക്ക് ബോർഡറൊക്കെ കളറിലേക്ക് ഗ്രീൻ കളറിലേക്കാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ല നല്ല ഷെയ്ഡ്സും വരുന്നുണ്ട്. അടുത്തത് ഒരു ചിക്കുവിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലേക്കാണ്. ഒരു ചെറിയ ബെയ്ജും ചിക്കുവിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ വരുന്ന ഷെയ്ഡാട്ടോ. എല്ലാം ഒന്നിനൊന്നിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. എല്ലാം സ്റ്റാൻഡേർഡ് ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആ ഒരു ഡാർക്ക് ടോണിലേക്കാണ് വരിക. 2595 റേറ്റ് വരും. അടുത്തതിൻ്റെ തന്നെ ഒനിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് വരും. ബോഡി പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇതിൻ്റെയൊക്കെ ബോർഡർ പോർഷനാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ബോർഡർ പോർഷൻ വരുമ്പോഴത്തേനും ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. ഈ ഒരു ബോർഡറിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് പീസ് വരിക. 2595 റേറ്റിലേക്ക് വരും.
അടുത്തത് മറ്റൊരു പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് വന്നിരിക്കുന്നത് സെയിം തന്നെയാട്ടോ, ഒരു മസ്റ്റാൻഡൊക്കെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. സോറി, ബോഡി പോർഷൻ പിങ്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പല്ല് വരുമ്പോൾ തന്നെ അതിൻ്റെ മസ്റ്റാൻഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരും. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു റൗണ്ട് ഷെയ്ഡിലേക്കാണ്. 2595 റേറ്റിലേക്ക് വരും. അടുത്തതും 2595 റേറ്റിൽ തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രീമിയം ബനാറസി സാരിയാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇതിൻ്റെ ബോഡി പോർഷൻ ഫുൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ബോഡിയിൽ ഫുള്ളായിട്ട് ബനാറസിയുടെ തന്നെ വീവിങ് പാറ്റേൺ വരും. കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് പീസ്. ബോർഡേഴ്സ് വന്നിരിക്കുന്നത് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അതും ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺട്രാസ്റ്റ് കളറിൽ തന്നെ വരുന്ന പല്ലു പോർഷനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് റെഡ് കളർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതും 2595 റേറ്റിലേക്കാണ് വരുന്നത്. അടുത്ത നമ്മളൊരു റീസ്റ്റോക്ക് എന്ന് പറയാൻ പറ്റും. നെക്ബട്ട ഫാബ്രിക്കിൽ ഫുൾക്കാരി വർക്കുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ലാവൻഡർ ഷെയ്ഡ്, ബോഡി ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്കാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ബോർഡേഴ്സിലേക്ക് സ്കാലപ്പ് വർക്ക്, എംബ്രോയിഡറി വർക്ക് ആൻഡ് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ പല്ലുവിലും ആ ഒരു സെയിം വർക്കുകൾ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. കട്ട് വർക്ക് വരുന്നുണ്ട്, കൂടെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ആ ഒരു പല്ലു പോർഷന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് സെയിം ഫുൾക്കാരി വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2895 ആണ്. ഇതിൻ്റെ നമുക്കൊരു ഷെയ്ഡ് കൂടെ ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു നെറ്റ് പിങ്കിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ബോഡി പോർഷനിൽ ഫുൾക്കാരി വർക്ക്, നമ്മൾ ആദ്യം കണ്ട ഡിസൈനിൽ നിന്ന് കുറച്ച് ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഒരു സ്കാലപ്പ് വർക്ക്, എംബ്രോയിഡറി വർക്കും അതിനോടൊപ്പം തന്നെ കട്ട് വർക്ക് നമ്മുടെ ബോർഡേഴ്സിലേക്കും പല്ലു പോർഷനിലേക്കും വരുന്നുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ബ്ലൗസ് പീസും ഫുൾക്കാരി വർക്കിൽ തന്നെയാണ് വരുന്നത്. 2895 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ്, റോ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ്. ബനാറസി ബുട്ടാസ് ബോഡി പോർഷനിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡേഴ്സ് സെയിം കളർ വന്നിട്ട് ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലു നല്ല റിച്ച് ആയിട്ട് ബനാറസി വീവിങ്ങിലാട്ടോ വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡുമാണ്. നല്ല ബ്യൂട്ടിഫുൾ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഭംഗിക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. ബ്രൊക്കേഡ് ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3895 ആണ്. അടുത്ത പ്രീമിയം ബനാറസി സാരികൾ, നമുക്കറിയാം ഈ ഒരു നവംബർ മാസം എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഫംഗ്ഷൻസ് നടക്കുന്നൊരു സീസണാണ്. അപ്പോൾ ആ ഒരു സീസണിലേക്ക് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരീസാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പിങ്കിൻ്റെ ഷെയ്ഡിലേക്കാണ്. ഇതിൽ ബോഡി പോർഷനിൽ ഇതുപോലെ ബുട്ടാസ് ആട്ടോ വന്നിരിക്കുന്നത്. ഒരു ത്രെഡിൻ്റെ ബുട്ടാസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ബോർഡേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കൂടുതലും ചെയ്തിരുന്നത് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ബോർഡേഴ്സും അതുപോലെ തന്നെ പല്ലു പോർഷനിലും സെയിം കളറിലേക്കാണ് വരുന്നത്. പുള്ളി ഈ ഒരു വീവിങ് പാറ്റേൺ ആണ് പല്ലു പോർഷനിലും വന്നിരിക്കുന്നത്. ബ്രൊക്കേഡായിട്ട് ബ്ലൗസ് പീസ് വരും. നല്ല അടിപൊളിയായിട്ടുള്ള സാരി. ഇതും നല്ല സോഫ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ 1 ലെയറോ പ്ലീറ്റ്സ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും. 1980 റേറ്റിലേക്ക് വരുന്നു. ഇതിൽ കണ്ടില്ല 5 ഷെയ്ഡ്സ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് ഓരോന്നിലും വന്നിരിക്കുന്നത്. സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിലേക്ക് ഒരു ത്രെഡിൻ്റെ ബുട്ടാസ്, അതുപോലെ തന്നെ വീവിങ് പാറ്റേൺ നമ്മുടെ പല്ലു പോർഷനിലും വരും. ബ്ലൗസ് പീസും ഈ ഒരു സെയിം വീവിങ്ങിൽ തന്നെയാട്ടോ വരുന്നത്. 1980 പ്രൈസിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്ത കളറൊക്കെ നോക്കിയൊരു മസ്റ്റാൻഡ് ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഈ ഒരു കളറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ബ്ലൗസ് പീസ് ബ്രൊക്കേഡാണ്. 1980 റേറ്റ് വരും. ഇതിലെല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. ഏത് കളർ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യമായിരിക്കും കൺഫ്യൂസിങ് ആയിട്ട് വരിക. എല്ലാം പാറ്റേൺ സെയിം തന്നെ കേട്ടോ, കളറിലെ ഡിഫറൻസ് വരുന്നല്ലോ. 1980 റേറ്റ് വരുന്നത്. അടുത്തൊരു ഓറഞ്ച് ടോണിലേക്കാട്ടോ വരുന്നത്. ബ്രിക്ക് ആൻഡ് ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇനി നമുക്ക് പ്ലെയിൻ ബ്ലൗസ് വേണേലും പെയർ ചെയ്യാം. അതിൻ്റെ കൂടെയൊക്കെ വന്നിരിക്കുന്നത് ബ്രൊക്കേഡ് ബ്ലൗസാണ്. 1980 പ്രൈസിലേക്ക് വരും. അടുത്ത ലീഫി ഗ്രീൻ ആണ്. എല്ലാ ഷെയ്ഡ്സുകളും ഒന്നിനൊന്ന് ബ്യൂട്ടിഫുൾ ആട്ടോ. അതുപോലെ ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് ഫീൽ എടുത്തു കഴിയുമ്പോഴാട്ടോ മനസ്സിലാകും, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ. 1980 റേറ്റ് വരും. അടുത്തത് വൈൻ ഷെയ്ഡാണ്. പാറ്റേൺ സെയിം തന്നെ കേട്ടോ, കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. 1980 റേറ്റിലേക്ക് വരും. ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ. ഇതും ആ ഒരു 1980 റേറ്റിലേക്ക് വരുന്നതാണ്. അടുത്തത് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള ഐറ്റമാണ് സെമി മൊഡാസിൽ ഫാബ്രിക്. കാഷ്വൽ വെയർ ആയിട്ടും സെമി പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ സാരീസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ സാരീസ് കേട്ടോ. ഇങ്ങനെ ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരും. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. 1 ലെയറോ പ്ലീറ്റ്സ് ചെയ്തൊക്കെ നമുക്ക്
ഡ്രൈപ്പ് ചെയ്യാനും പറ്റിയ ഐറ്റം. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതുപോലെ ഡിസൈനോട് കൂടിയിട്ടാണ് വരിക. 1695 ആണ് പ്രൈസ് വരുന്നത്. അടുത്തതും പേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ചെറിയ ഒരു എന്താ പറയുക ഡിസൈനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കളർ കുറച്ച് ഡിഫറെൻറ്റ്. ഇതിലേക്ക് ഒരു കൂടുതലും ഗ്രീൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. സെമി മൊറ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിലേക്കുമാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് വരിക. 1695 റേറ്റ് വരും. അടുത്തത് വന്നിരിക്കുന്നത് ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനുമായിട്ടാട്ടോ. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ്. നല്ല ഭംഗിയുള്ള സാരീസാണ്. പല്ലുവിലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ വരും. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് നേരത്തെ കാണിച്ച ആ ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് വരിക. 1695 റേറ്റിലേക്ക് വരും. അടുത്ത റസ്റ്റി കളർ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡിയുടെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. കുഞ്ഞ് ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ പാറ്റേൺ. പല്ലുവിലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ വരും. ബ്ലൗസ് പീസും അറ്റാച്ചഡാണ്. 1695 ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക്